വിശുദ്ധ വേദപുസ്തക പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠ്യ വിഷയമാണ് ദൈവത്തിൻ്റെ ഉടമ്പടികൾ എന്നുള്ളത്. ദൈവം കാലാകാലങ്ങളിൽ മനുഷ്യനുമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കരാറിനെയാണ് ഉടമ്പടികൾ എന്നതുകൊണ്ട് വേദപുസ്തകം ഉദ്ദേശിക്കുന്നത്. ഏതാനും പ്രധാനപ്പെട്ട 7 ഉടമ്പടികളെങ്കിലും വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഉടമ്പടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 വ്യക്തികൾ തമ്മിൽ ഏതാനും ചില കാര്യങ്ങളെ ചൊല്ലി അവർ കടന്നു വരുന്ന ഒരു എഗ്രിമെന്റിനെ, ഒരു കോൺട്രാക്റ്റിനെയാണ് ഉടമ്പടി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തിരുവെഴുത്തിൽ ദൈവം മനുഷ്യനുമായി ഇറങ്ങി വന്ന് ചെയ്തിരിക്കുന്ന ഏതാനും ചില കോൺട്രാക്റ്റുകൾ, ഏതാനും ചില ഉടമ്പടികൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. ആ ഉടമ്പടികൾക്ക് നമ്മളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ആത്മീക ചിന്തകളുണ്ട്. അതിലേക്കാണ് ഇന്ന് ടെൻഡ് ഹോളി സ്പിരിറ്റ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് താല്പര്യപ്പെടുന്നത്. മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയംഗമായ സ്വാഗതം. ദൈവമനുഷ്യനോട് സംസാരിച്ചിരിക്കുന്ന വസ്തുതകളെ പ്രധാനമായും വേദപുസ്തകത്തിൽ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന്, നേരിട്ട് ദൈവം ചില കൽപ്പനകൾ മനുഷ്യന് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. രണ്ടാമത്തേത് ദൈവിക വാഗ്ദത്തങ്ങളാണ്. അതിനേക്കാൾ ഏറ്റവും ഘനഗംഭീരമായ ഒന്നാകുന്നു ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടിയിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഒരു കൽപ്പന ആ ഉടമ്പടിക്കകത്തുണ്ടാകും. 2, അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ്. ആ ഉടമ്പടിയിൽ 2 പേർ തമ്മിൽ ഉണ്ടാക്കുന്ന ആ കരാറിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും തിരുവെഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഏറെക്കുറെ ഉടമ്പടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒന്നായിട്ടാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 7 പ്രധാനപ്പെട്ട ഉടമ്പടികളാണ് ദൈവം മനുഷ്യനുമായി നിർമ്മിച്ചിരിക്കുന്നതായിട്ട് തിരുവെഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ 7 എണ്ണത്തിലും ഉള്ളടക്കിയിരിക്കുന്ന ആത്മീക വിഷയങ്ങൾ എന്താകുന്നു എന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ ഉടമ്പടി എന്ന് പറയുന്നത് ആദാമ്യ ഉടമ്പടിയാണ്. ദൈവം ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യനുമായി ഉണ്ടാക്കുന്ന ആദ്യത്തെ ഒരു കരാർ നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ ഒരു ഭാഗം പറയുകയാണ്. നീ എന്നോടൊപ്പം നിൽക്കുകയാണെങ്കിൽ, എൻ്റെ വചനങ്ങൾ കേൾക്കുകയാണെങ്കിൽ, ഞാൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്നത് പ്രമാണിക്കുകയാണെങ്കിൽ നീ ഇന്ന വിധം അനുഗ്രഹങ്ങൾ സിദ്ധിക്കുമെന്നുള്ളതാണ് ആ ഉടമ്പടിയിൽ നിന്ന് ദൈവത്തിന് പറയാനായിട്ടുള്ളത്. മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ആ കരാറിൽ ദൈവമായിട്ട് ഏർപ്പെടുമ്പോഴത്തേക്കും ദൈവത്തോട് അവനൊരു സഖ്യതയുണ്ട്, ദൈവത്തോട് അവനൊരു ഒബ്ലിഗേഷൻ ഉണ്ട്. അത് മനുഷ്യൻ യഥാവിധി ചെയ്യുക എന്നുള്ളതാണ് ദൈവം അതിനകത്ത് നിന്ന് ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ ഉടമ്പടി ആയിരിക്കുന്ന ആദാമ്യ ഉടമ്പടിയിൽ ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. 1-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം. അതിനകത്ത് ദൈവം ആ ഉടമ്പടിയിൽ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിങ്ങൾ ഭൂമിയിൽ വർദ്ധിച്ച് പെരുകി സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയെയും അതിലുള്ള സകലത്തെയും അടക്കി വാഴുക. ഇതാണ് ദൈവം ആ ഉടമ്പടിയിൽ മനുഷ്യനോട് പറഞ്ഞിരിക്കുന്ന 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടുന്നത് 2-ാമത്തെ അധ്യായത്തിലെ ഒരു കാര്യമാണ്. തോട്ടത്തിന്റെ മധ്യഭാഗത്തുള്ള ആ വൃക്ഷത്തിന്റെ ഫലം, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നാതിരിക്കുക എന്നുള്ളതാണ് ആ ഉടമ്പടിയിൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ മനുഷ്യൻ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനുമായി ഉണ്ടാക്കിയിരിക്കുന്ന ആ കരാറിന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളുണ്ട്. 1-ാമത്തേത് സന്താനപുഷ്ടി ഉള്ളവരാകുക എന്നുള്ളതാണ്. ആക്ച്വലി അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ അത്ര പോരാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ സന്താനപുഷ്ടിയുള്ളവർ എന്നതിനേക്കാൾ അല്പം കൂടി മെച്ചപ്പെട്ട വാക്ക് ബി ഫ്രൂട്ട്ഫുൾ എന്നുള്ളതാണ്, ഗുണമേന്മയുള്ളവനാകുക എന്നുള്ളതാണ്. 2-ാമത്തേത് പെരുകുക, വർദ്ധിക്കുക എന്നുള്ളതാണ്, മൾട്ടിപ്ലൈ എന്ന ഇംഗ്ലീഷ് പദം നമുക്ക് കാണാനായിട്ട് കഴിയും. 3-ാമത്തേത് വാഴുക എന്നുള്ളതാണ്. മനുഷ്യനുമായി നിർമ്മിച്ചിരിക്കുന്ന ആദ്യത്തെ കരാറിൽ ദൈവത്തിന്റെ ഭാഗം ഇതാണ്. ഇങ്ങനെയാണ് ദൈവം ഒരു കരാർ നിർമ്മിച്ചിരിക്കുന്നത്: നിങ്ങൾ ഗുണമേന്മയുള്ളവരാകുക എന്നുള്ളതാണ്. ഈ ദൈവവചനം കേൾക്കുമ്പോഴത്തേക്കും ആദാമ്യ ഉടമ്പടിയിൽ നമ്മൾ കാണുന്ന ആത്മീക വശം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് മനുഷ്യൻ ഗുണമേന്മയുള്ളവനാകാൻ വേണ്ടിയിട്ടാണ്, പ്രൊഡക്റ്റീവ് ആകുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു തരത്തിലും ഒരു ന്യൂനത പറയാനില്ലാത്തതുപോലെ ഏറ്റവും മെച്ചപ്പെട്ടവനാകണം എന്നുള്ളതാണ് ദൈവം മനുഷ്യനെ കുറിച്ച് ആദ്യത്തെ കരാറിൽ ആഗ്രഹിച്ചത്. 2-ാമത്തെ വസ്തുത എന്ന് പറയുന്നത് പെരുകുക എന്നുള്ളതാണ്. അതിന് വ്യത്യസ്തമായിരിക്കുന്ന നിർവചനങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. അത് എണ്ണത്തിലെ പെരുപ്പമല്ല, അതിനേക്കാളും ഉപരി ആത്മാവിൽ ദൈവിക വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വർധനവ് വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഭൗതികമായി എല്ലാ തരത്തിലും മനുഷ്യന്റെ വർധനവ് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് ആദ്യത്തെ കരാറിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. 3-ാമത്തേത് വാഴുക എന്നുള്ളതാണ്. ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന
ആ കരാറിലൂടെ ദൈവം സമ്മാനിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാഴുക എന്നുള്ളതാണ്. സകലത്തിൻ്റെ മീതെയും ഡൊമൈൻ ചെയ്യാനുള്ള ഒരു പരമാധികാരം വാസ്തവത്തിൽ ദൈവം മനുഷ്യന് കൊടുത്തിരുന്നു എന്നുള്ളതാണ് ആ വേദഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സഹോദരങ്ങളെ, ആദാമ്യ ഉടമ്പടി നമ്മളോട് പറയുന്ന ആത്മീക വിഷയങ്ങൾ ഇത്തരത്തിലുള്ളതാണ്. എന്നാൽ മനുഷ്യൻ ആ ഉടമ്പടിയെ ലംഘിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഒടുക്കത്തെ ആദാമിലൂടെ ദൈവം നമുക്ക് ആ അധികാരങ്ങളെ തിരിച്ചു തന്നിരിക്കുന്നതായിട്ടാണ് വിശുദ്ധ വേദ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുക. അപ്പോൾ ഒന്നാമത്തെ ഉടമ്പടി അത് ആദാമ്യ ഉടമ്പടിയാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യനുമായി ദൈവം ഉണ്ടാക്കിയ ആദ്യത്തെ കരാർ. വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഉടമ്പടി അത് നോഹയുമായിട്ട് ദൈവം ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയാണ്. അതിന് ദൈവം ഒരു അടയാളവും കൂടി വച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. നോഹയുടെ കാലത്താണ് ദൈവം മനുഷ്യനെ വെള്ളം കൊണ്ട് നശിപ്പിച്ചത്. എന്നാൽ പെട്ടകത്തിൽ അവശേഷിച്ച 8 പേർ, പ്രത്യേകിച്ച് നോഹയോട് ദൈവം ഒരു ഉടമ്പടി വയ്ക്കുകയാണ്, ഒരു കരാർ വയ്ക്കുകയാണ്. ആ കരാർ ഇങ്ങനെയാണ്: ഞാനിനി ഭൂമിയെ നശിപ്പിക്കത്തില്ല, വെള്ളം കൊണ്ട് നശിപ്പിക്കത്തില്ല, പകരം അതിന് ഞാൻ ഒരു അടയാളം ഞാനിങ്ങനെ വയ്ക്കുകയാണ്. എൻ്റെ വില്ല് ഞാൻ മേഘത്തിൽ വയ്ക്കുകയാണ്. മേഘത്തിൽ ദൈവത്തിൻ്റെ വില്ല് കാണുമ്പോൾ ഓർക്കുക, അത് ദൈവം വച്ചിരിക്കുന്ന ഒരു കോൺട്രാക്റ്റാണ്. വാസ്തവത്തിൽ ദൈവം ഇനി നമ്മളെ നശിപ്പിക്കത്തില്ല എന്നതിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കരാറിൻ്റെ അടയാളമാണ് ആ വില്ല്, മഴവില്ല് എന്നൊക്കെ നമ്മൾ പറയുന്നത്. വാസ്തവത്തിൽ ദൈവം വച്ചിരിക്കുന്ന ആ കോൺട്രാക്റ്റിൻ്റെ ഒരു അടയാളമാണ്. ആ ആത്മീക വശം അല്ലെങ്കിൽ ആ വിഷയത്തിൻ്റെ ഒരു ആത്മീക വശം എന്ന് പറയുന്നത് ദൈവം നശിപ്പിക്കത്തില്ല എന്നുള്ളതാണ്. ദൈവം ഇനി നശിപ്പിക്കത്തില്ല എന്നുള്ളതാണ്. മടങ്ങി വരാനും ദൈവകൃപയിലേക്ക് തിരിച്ചു വരാനും ആഗ്രഹമുള്ള ഏതൊരു മനുഷ്യനോടും ദൈവത്തിന് ഇത്തരത്തിലൊരു കരാറുണ്ട്. തൻ്റെ പാപങ്ങളെ മറച്ചു വെക്കാതെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാൻ ഒരുത്തൻ തയ്യാറാണെങ്കിൽ ആ നോഹേന്യ ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളതാണ് തിരുവെഴുത്ത് നമ്മളോട് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്. ആരൊക്കെയാണോ പാപത്തിൻ്റെ അബദ്ധ വഴികളിൽ പോയിക്കൊണ്ടിരുന്നത്, ദൈവത്തിന് വിരോധമായി സഞ്ചരിച്ചു കൊണ്ടിരുന്നവർ, ദൈവോന്മുഖമായി നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ദൈവത്തിങ്കിലേക്ക് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ ദൈവം പിന്നെയും നശിപ്പിക്കത്തില്ല എന്നുള്ളതാണ് നോഹേന്യ ഉടമ്പടി. നോഹയുമായിട്ട് ദൈവം വെച്ച ഉടമ്പടി നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു ഉടമ്പടി ദൈവം ഒരു മനുഷ്യനുമായിട്ട് ഉണ്ടാക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് അബ്രഹാമാണ്. അബ്രഹാമ്യ ഉടമ്പടി എന്നതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഉടമ്പടി എന്ന് പറയുന്നത്. ദൈവം ഇറങ്ങി വന്ന് അബ്രഹാമുമായിട്ട് ഒരു കരാർ, ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണ്. അതിനെ പരിച്ഛേദനയുടെ ഉടമ്പടി എന്നും വേണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. വാസ്തവത്തിൽ ഈ ഉടമ്പടിയിൽ ദൈവം അങ്ങോട്ട് ഒരു കാര്യം മനുഷ്യനോട് പറയുകയാണ്. പ്രധാനമായിട്ടും അബ്രഹാമിനെ ഫോക്കസ് ചെയ്താണ് ദൈവം സംസാരിക്കുന്നതെങ്കിലും അത് മുഴുവൻ ഇസ്രായേലിയ സമൂഹത്തോടുമുള്ള ദൈവത്തിൻ്റെ ഒരു കരാറായിട്ടാണ് നമുക്കതിനകത്ത് കാണാനായിട്ട് കഴിയുക. അബ്രഹാമിനോട് ദൈവം പറയുന്നത് ഒരു പരിച്ഛേദനയുടെ ഉടമ്പടിയിലേക്ക് വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റ് ഇതര ജാതികളിലില്ലാത്ത, മറ്റിതര വംശത്തിലില്ലാത്ത ഒരു സവിശേഷത നിന്നിലുണ്ടായിരിക്കുമെന്നുള്ളതാണ്. മറ്റാർക്കും കിട്ടിയിട്ടില്ലാത്ത പ്രത്യേകതരം കഴിവുകൾ, പ്രത്യേകതരം പരിഗണനകൾ നിനക്കുണ്ടാകുമെന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇന്നും യഹൂദനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവനുമായി ഉണ്ടാക്കി, അവൻ്റെ പൂർവ്വപിതാവായിരിക്കുന്ന അബ്രഹാമുമായി ഉണ്ടാക്കിയ ആ കരാർ ഇന്നും വളരെ സ്ട്രോങ് ആയിട്ട് ദൈവം കൊണ്ടു നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുത്തനും ജയിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ആ കരാർ എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് ഇന്നിൻ്റെ സമൂഹത്തിൽ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എത്രയോ വലിയ മഹാരഥന്മാർ, വലിയ രാജ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇസ്രായേൽ എന്ന കൊച്ചു രാഷ്ട്രത്തെ മനുഷ്യൻ ഭയപ്പെടുകയും അതിൻ്റെ മുമ്പിൽ കീഴടങ്ങുകയും ചെയ്യുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ദൈവം ഉണ്ടാക്കിയ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒറ്റ കണ്ടീഷനാണ് ദൈവം പറയുന്നത്, ഒരു പരിച്ഛേദനയുടെ ഒരു ഉടമ്പടി, പരിച്ഛേദന കഴിക്കുക എന്നുള്ളതാണ് ഒരു ഉടമ്പടി ദൈവം മുന്നോട്ട് വെക്കുകയാണ്. അതിൻ്റെ ഒരു ആത്മീക വശം ഇത്ര മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ഒരു വിശുദ്ധീകരണമാണ് ദൈവം അതിനകത്ത് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഒരു ശുദ്ധീകരണം, ദൈവമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കാനുള്ള ഒരു വലിയ താല്പര്യം ഉണ്ടാകുക എന്നുള്ളതാണ് ആ വിഷയമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ 3-4 ഇടങ്ങളിൽ പരിച്ഛേദന നടന്നിട്ടുള്ള ഇടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് യോശുവ ഇസ്രായേൽ ജനവുമായി കനാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഗിൽഗാലിൽ വെച്ച് അവർ ഒരു കൂട്ട പരിച്ഛേദന നടക്കുകയാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വിശുദ്ധീകരണമാണ്. അവിടെ ദൈവിക വാഗ്ദത്തത്തിലേക്ക് അവർ പ്രവേശിക്കുന്നതിന് മുമ്പ് ആ കോൺട്രാക്റ്റ്, ആ സഖ്യത, ആ ഉടമ്പടി യോശുവ അവിടെ പുനഃസ്ഥാപിക്കുകയാണ്. അവിടെ പിന്നെയും ചെയ്ത് ദൈവസന്നിധിയിൽ ആ ഉടമ്പടി പുതുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ ആത്മീക വശം ഇത്ര മാത്രമേ ഉള്ളൂ. ദൈവമായിട്ട് ഒരു വിശുദ്ധിയുടെ ഉടമ്പടി കാത്തു സൂക്ഷിക്കാൻ ഒരുത്തന് കഴിയുന്നുണ്ടെങ്കിൽ
അവനെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല എന്നുള്ളതാണ്. അവൻ ലോകത്തിന് തന്നെ പേടി സ്വപ്നമായിരിക്കും എന്നുള്ളതാണ്. ഒരു വിശുദ്ധിയുടെ ഒരു ഭയങ്കരമായിരിക്കുന്ന ഒരു കോൺട്രാക്ട്, ഒരു ബന്ധം ദൈവമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മനുഷ്യനെയോ പിശാചിനെയോ പേടിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയൊക്കെ മനുഷ്യനെയും പിശാചിനെയും മനുഷ്യർ പേടിക്കുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് വിശുദ്ധിയുടെ ആ ഉടമ്പടി ഇല്ലാത്തത് കൊണ്ടാണ്. അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെടുന്നത്, എടാ വിശുദ്ധിയുടെ ഉടമ്പടിയിലേക്ക് വന്നാൽ നിന്നെ മറ്റുള്ളവർക്ക് ഏറ്റവും ഭീതിയുള്ളവനാക്കി മാറ്റുന്ന ഒരു അസാധാരണമായിരിക്കുന്ന ഒരു ഉടമ്പടി എനിക്ക് നീയുമായിട്ട് ചെയ്യാനായിട്ടുണ്ട്. ആ ഉടമ്പടിയിലൂടെ നീ ഏറ്റവും ശക്തനായി മാറുമെന്നുള്ളതാണ് ദൈവം അബ്രഹാമിലൂടെ ഇസ്രായേൽ ജനത്തിന് കൊടുത്ത ആ നിയമം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ദൈവവചനം കേൾക്കുന്ന നമുക്കും അത് ആപ്ലിക്കബിൾ ആണ്. ഒരു വിശുദ്ധിയുടെ ഒരു കരാറിലേക്ക് വരാൻ ഒരുത്തൻ മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ലോകത്തിലുള്ള ഒരു ശക്തിക്കും നമ്മളെ കീഴടക്കാനോ പരാജയപ്പെടുത്തുവാനോ നമ്മുടെ മീതെ വാഴുവാനോ അനുവാദമുണ്ടാകത്തില്ല എന്നുള്ളതാണ് ആ പരിച്ഛേദനയുടെ ഉടമ്പടി, അബ്രഹാമ്യ ഉടമ്പടിയിലൂടെ ദൈവം നമ്മളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉടമ്പടിയാണ് മോശയിക ഉടമ്പടി. മോശയുമായിട്ട് ദൈവം വെക്കുന്ന ഒരു കരാർ. പുറപ്പാട് പുസ്തകം 19 അധ്യായം മുതൽ 24 അധ്യായം വരെ സൂക്ഷ്മമായി നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ 2 കൽപ്പനകൾ എഴുതി കൊടുത്ത് ദൈവം ഒരു പുതിയ കരാർ മനുഷ്യനുമായിട്ട് നിർമ്മിക്കുകയാണ്. ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും മനുഷ്യനോട് അത് വളരെ താതാത്മ്യമുള്ള, മനുഷ്യനുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു ഉടമ്പടിയായിട്ട് വേദപുസ്തകത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. ഇവിടെ ദൈവം മുന്നോട്ട് വെക്കുന്ന ഒറ്റ കാര്യം ഇങ്ങനെയുള്ളൂ. ഏതാനും പ്രധാനപ്പെട്ട ചില കൽപ്പനകൾ, 600 മുകളിൽ വരുന്ന കൽപ്പനകൾ ദൈവം പറയുകയും അപ്പോൾ തന്നെ 10 എഴുതി ഇസ്രായേലിയരുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്, ഈ വാക്കുകൾ നിങ്ങൾ അനുസരിച്ച് നടന്നാൽ നിങ്ങൾ സകലത്തിലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. എന്നാൽ ഈ വാക്കുകളെ അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടിരിക്കും എന്നുള്ളതാണ് ആ ഉടമ്പടിയിൽ ദൈവം വയ്ക്കുന്ന ഒരു കരാർ എന്ന് പറയുന്നത്. നോക്കൂ, ഈ ഉടമ്പടി നമ്മളോട് പറയുന്ന ആത്മീക ചിന്ത എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ദൈവത്തിൻ്റെ വാക്കുകളെ കേട്ടനുസരിക്കുന്നത് തീർച്ചയായിട്ടും അനുഗ്രഹത്തിന് കാരണമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വാക്കുകളെ കേട്ടനുസരിക്കാതെ സ്വന്തം ഇഷ്ടങ്ങളിലേക്ക് പോകുന്നത് ശാപകാരണമായി തീരുന്നു എന്നുള്ളതാണ് തിരുവെഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അനുഗ്രഹവും ശാപവും എന്ന് പറയുന്ന ഒരു ദൈവവചന ഭാഗം അത് ഞാൻ നിങ്ങളോട് മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ആ ചിന്തകളുമായി ബന്ധപ്പെടുത്തി തന്നെ പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ദൈവവചനവുമായിട്ട് നമുക്കുള്ള താതാത്മ്യത, ദൈവവചനത്തോടുള്ള നമ്മുടെ അനുസരണം, ദൈവവചനത്തോടുള്ള നമ്മുടെ സഖ്യത, ദൈവവചനത്തോട് ചേർന്ന് നിൽക്കാനുള്ള നമ്മുടെ ഒരു മനോഭാവം തീർച്ചയായിട്ടും ആ ഉടമ്പടിയിലെ അനുഗ്രഹം നമ്മളിൽ വരാൻ കാരണമാകുന്നു എന്നുള്ളതാണ്. മോശയോട് അതാണ് ദൈവം പറയുന്നത്, ഇതനുസരിക്ക്, എന്നാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എന്നാൽ ഇതിനോട് എതിർത്ത് നിൽക്കുന്നവൻ ശാപഗ്രസ്തനായി തീരും എന്നുള്ളതാണ് മോശയിക ഉടമ്പടി നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവവചനം അനുസരിക്കുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും അനുഗ്രഹത്തെ കൊണ്ടുവരുന്ന ഒന്നാകുന്നു. എന്നാൽ ആരൊക്കെ ദൈവവചനത്തോട് എതിർത്ത് നിൽക്കുകയും വചനത്തിന് നേരെ മത്സരിക്കുകയും ചെയ്തിട്ടുണ്ടോ അവരെല്ലാം വ്യത്യസ്തമായിരിക്കുന്ന നിലവാരങ്ങളിൽ തകർന്നു പോയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരാതിരിക്കേണ്ടതിന് കർത്താവ് വളരെ സ്നേഹത്തോടുകൂടി ഇന്ന് നമ്മളോട് പറയുകയാണ്, മോശയിക ഉടമ്പടി ഒന്ന് പുതുക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഒന്ന് സഹായിക്കട്ടെ. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒബൈ മൈ കമാൻഡ്സ്, എൻ്റെ കൽപ്പനകളെ അനുസരിക്കുക എന്നുള്ളതാണ്. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവും ഇത് ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. എൻ്റെ വാക്കുകൾ കേട്ടനുസരിക്കുന്നവൻ, എൻ്റെ വാക്കിനെ വില കൽപ്പിക്കുന്നവൻ, എന്നെ അനുസരിക്കുന്നവൻ, പിതാവ് അയച്ച എന്നെ സ്നേഹിക്കുന്നവൻ, ഇങ്ങനെ ഒരുപാട് വാക്കുകൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിക്കുന്നത് തീർച്ചയായിട്ടും അനുഗ്രഹ കാരണമാണ്. എന്നാൽ അവകളെ എതിർക്കുകയും അതിനെതിരെ മത്സരിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ശാപം വരാനുള്ള ഒരു കാരണമാകുന്നു എന്ന് തിരുവെഴുത്ത് നമ്മളോട് പറയുന്നു. മോശയിക ഉടമ്പടിയിലെ ആത്മീക വശം അത്തരത്തിലുള്ളതാണ്. ദൈവം മനുഷ്യനുമായി ഉണ്ടാക്കിയ കരാറിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദാവീദിനോടുള്ള ഉടമ്പടിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കർത്താവ് വലിയ നോംസ് ആൻഡ് കണ്ടീഷൻസ് വയ്ക്കാത്ത ഒരു ഉടമ്പടി ദാവീദ്യ ഉടമ്പടിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം ഇവിടെ ദൈവം ഉണ്ടാക്കുന്ന ഈ കോൺട്രാക്റ്റിൽ ദൈവത്തിൻ്റെ സൈഡ് മാത്രമേ പറയുന്നുള്ളൂ. ദാവീദിൽ നിന്ന് എന്തെങ്കിലും ദൈവം ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. ഞാൻ മുന്നേ പറഞ്ഞ ഉടമ്പടികളെല്ലാം നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ഏതാനും ചിലത് ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ പഴം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ, പരിച്ഛേദന ഏറ്റാൽ, ദൈവവചനം അനുസരിച്ചാൽ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ദാവീദ്യ ഉടമ്പടിയിൽ വാസ്തവത്തിൽ ദൈവം ദാവീദിൻ്റെ അടുക്കൽ നിന്ന് ഒന്നും ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ഒരു വൺ വേ കോൺട്രാക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് ഒരു കരാർ ദാവീദുമായിട്ട് ഉണ്ടാക്കുകയാണ്.
അതിനെയാണ് ദാവീദിന്റെ നിശ്ചല നിയമങ്ങൾ എന്നതുകൊണ്ട് വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിനെ ലവണ ഉടമ്പടി എന്ന് പറയും, ഉപ്പ് നിയമം എന്നൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ വിളിക്കുകയാണ്. ഉപ്പ് വെച്ചുകൊണ്ട് ഒരു കരാർ ദൈവം നടത്തുകയാണ്. ദാവീദിന്റെ ഭാഗത്തു നിന്ന് ദാവീദിന് ഒരു എഫേർട്ടും അതിനകത്തുണ്ടായിരുന്നില്ല. ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് ദാവീദിനോട് പറയുകയാണ്, ഇങ്ങനെ ഒരു കരാർ ഞാൻ നീയുമായിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. എൻ്റെ നിയമത്തിന് മാറ്റം വരുത്തുന്നില്ല, എൻ്റെ വിശ്വസ്തതയെ ഞാൻ അങ്ങനെ തന്നെ തെളിയിച്ചുകൊണ്ട് ഒരു നിയമം ഉണ്ടാക്കുകയാണ്. നിന്റെ സിംഹാസനത്തിൽ നിന്റെ തലമുറകളിൽ ഇരിക്കാൻ ഒരാളില്ലാതിരിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഒരു നിയമം അങ്ങോട്ട് വെക്കുകയാണ്. പിന്നീട് നമ്മൾ വേദപുസ്തകത്തിലെ ചരിത്രം സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദാവീദിന്റെ പരമ്പരയിൽപ്പെട്ടവരാണ് യെരുശലേമിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ഇസ്രായേലിനെ ഭരിക്കുവാനായിട്ട് ഇടയായിരുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശുക്രിസ്തു പോലും അവന്റെ പരമ്പരയിൽ വന്ന് ജനിക്കാൻ തക്കവണ്ണം ആ നിയമം, ആ ഉടമ്പടി ഭയങ്കര സ്ട്രോങ് ആയിരുന്നു എന്നുള്ളതാണ്. അതിനെ ലവണ നിയമം എന്ന് വിളിക്കുകയാണ്. ഞാൻ മറ്റൊരു വീഡിയോയിൽ അതിൻ്റെ വിശദീകരണം പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിനെ അധികം വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒരു അൺബ്രേക്കബിൾ കവനന്റ് ദൈവം ദാവീദുമായിട്ട് ഉണ്ടാക്കുകയാണ്. അതിനെ അടയാളം വെക്കുന്നത് ഉപ്പാണ്. ഉപ്പിനെ മുന്നിൽ വച്ചിട്ട് ഒരു നിയമം ദാവീദുമായിട്ട് ഉണ്ടാക്കുകയാണ്, ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. ദാവീദിന്റെ ഭാഗത്ത് നിന്ന് ദൈവം ഒന്നും ആഗ്രഹിക്കുന്നില്ല. നേരിട്ട് ദൈവം അങ്ങോട്ട് കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ നിന്നെ ആദരിക്കാനായിട്ട് പോകുന്നു, നിന്റെ സിംഹാസനത്തെ ഉറപ്പിക്കാനായിട്ട് പോകുന്നു, നീ എനിക്ക് ഏറ്റവും മാന്യനാണ്, അപ്പോൾ തന്നെ നീ എൻ്റെ ഹൃദയപ്രകാരമുള്ളവനാണ്, എൻ്റെ നിശ്ചല നിയമങ്ങൾ ഞാൻ നിന്റെ മുമ്പിൽ വെക്കുകയാണ്, എൻ്റെ വിശ്വസ്തതയുടെ നിയമങ്ങൾ ഞാൻ നിന്റെ മുമ്പിൽ വെക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വൺ വേ കോൺട്രാക്ട്, ദാവീദ്യ ഉടമ്പടി നമ്മുടെ വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിൽ ആരൊക്കെയുമായിട്ട് ദൈവത്തിന് ഇത്തരത്തിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മനുഷ്യന്റെ ഭാഗത്തു നിന്ന് ദൈവം പ്രത്യേകിച്ചൊന്നും ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ആരോടൊക്കെയോ ദൈവത്തിന്റെ അസാധാരണമായിരിക്കുന്ന ഒരു വിശ്വസ്തതയുടെ കരാർ പലരുടെയും ജീവിതത്തിൽ നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ദാവീദിനെ പോലെ പലവട്ടം വഴിപിഴച്ചു പോയിട്ടും ദൈവം വെച്ച ആ കോൺട്രാക്റ്റിനെ ദൈവം ലംഘിക്കാതെ ഇന്നും അത് തുടരുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പക്ഷെ അതൊരു വഴിവിട്ട പോക്കിന് കാരണമാകുന്നില്ല, അതിനൊരു അനുവാദം ഉണ്ടാകുന്നില്ല. ദൈവം തൻ്റെ വാക്കുകൾ മാറുന്നില്ലെങ്കിലും എപ്പോഴും ദൈവത്തിൻ്റെ കരുണയെ ചോദ്യം ചെയ്യാൻ നമുക്ക് അനുവാദമില്ല എന്നുള്ളത് ഓർക്കുക. അത് ദാവീദിനോടുള്ള ബന്ധത്തിൽ ദൈവം നമുക്ക് നൽകുന്ന ഒരു സൂചനയാണ്, നമ്മളോട് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാമത്തെ ഒരു ഉടമ്പടി എന്ന് പറയുന്നത് ലവണ നിയമമാണ്, അല്ലെങ്കിൽ ദാവീദ്യ ഉടമ്പടിയാണ്. വളരെ പ്രധാനപ്പെട്ടതും ആറാമത്തേതുമായ ഒരു ഉടമ്പടിയാണ് പുതിയ നിയമ ഉടമ്പടി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു അവിടുത്തെ രക്തം നൽകിക്കൊണ്ട് മാനവകുലത്തിന് സമ്മാനിച്ചിരിക്കുന്ന, മനുഷ്യനുമായി ഒപ്പിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉടമ്പടി, പുതിയ നിയമ ഉടമ്പടി. അതിനെ രക്ത ഉടമ്പടി എന്നും തിരുവെഴുത്തിൽ പലയിടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. മനുഷ്യന്റെ പാപത്തിൽ നിന്ന് മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ പാപത്തിന്റെ പരിഹാരം എന്ന വണ്ണം പിതാവായ ദൈവത്തിന്റെ പൂർവ്വകാല നിത്യതയിൽ ഉണ്ടായിരുന്ന കാര്യപരിപാടിയുടെ കാര്യസ്ഥൻ, എക്സിക്യൂട്ടീവ്, അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആ കരാർ മനുഷ്യനുമായിട്ട് ഉണ്ടാക്കുകയാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രക്ത ഉടമ്പടി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന അന്നേ രാത്രി പാനപാത്രം എടുത്ത് ഉയർത്തി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് പറയുന്ന ഒരു വേദഭാഗം ലൂക്കോസ് 20 നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. 24-ാമത്തെ വാക്യം, ഇത് അനേകം പേർക്ക് വേണ്ടിയിട്ട് ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിന്റെ എൻ്റെ രക്തമാകുന്നു. യേശു പറഞ്ഞ ആ വാക്ക് പുതിയ നിയമത്തിന്റെ രക്തം. അവിടെ ഒരു പുതിയ നിയമം ദൈവം മനുഷ്യനുമായിട്ട് ഉണ്ടാക്കുകയാണ്. യേശു ക്രിസ്തുവിനെ നോക്കുന്നതിലൂടെ പാപത്തിന്റെ ചങ്ങലകളിൽ നിന്ന് മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടാകുകയാണ്. യേശു ക്രിസ്തുവിനെ ശ്രദ്ധിക്കുന്നതിലൂടെ രോഗസൗഖ്യം നടക്കുകയാണ്. യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നതിലൂടെ ശാപത്തിൽ നിന്ന് വിമുക്തി ഉണ്ടാകുകയാണ്. ആ രക്ത ഉടമ്പടി മനുഷ്യന് എന്നേക്കുമായിട്ടുള്ള ഒരു മോചനം സാധ്യമാക്കുകയാണ്. ഗലാത്യ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് അവന്റെ രക്തത്താൽ ന്യായപ്രമാണത്തിന് സാധ്യമാകാത്ത ആ കാര്യത്തെ യേശു ക്രിസ്തു മുഖാന്തരം ചെയ്യുകയാണ്. ന്യായപ്രമാണത്തിന് സാധ്യമാകാതിരുന്ന കാര്യം മനുഷ്യന്റെ പാപത്തിന് സമ്പൂർണ്ണ പരിഹാരം വരുത്താൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ദൈവത്തിങ്കിലേക്ക് മനുഷ്യനെ അടുപ്പിക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ, ഒരു പൂർണ്ണ സമാധാനം ദൈവവും മനുഷ്യനുമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ന്യായപ്രമാണത്തിന് കഴിയാതെ പോയ ഒരു കാര്യം. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ യേശു ക്രിസ്തു ഈ പുതിയ നിയമത്താൽ സാധ്യമാക്കി തരികയാണ്. എന്നേക്കും പാപത്തിനുള്ള ഒരു പരിഹാരം യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ
രക്തത്തിൻ്റെ നിയമത്താൽ നമുക്ക് വരുത്തുകയാണ്. ദൈവത്തിങ്കലേക്ക് മനുഷ്യനെ അടുപ്പിക്കുകയാണ്. ദൈവവുമായിട്ടൊരു സമാധാനം ഈ കരാറിലൂടെ നമുക്ക് ലഭ്യമായി തീരുകയാണ്. നാം വേദപുസ്തകത്തിൽ കണ്ടിട്ടുള്ള കരാറുകളിൽ, ഉടമ്പടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരിക്കലും മാറ്റമില്ലാത്തതും വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രക്ത ഉടമ്പടിയാണ്, അഥവാ പുതിയ നിയമ ഉടമ്പടിയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു നമുക്ക് ഇങ്ങോട്ട് വന്ന് സൗജന്യമായി നൽകി തന്ന ഒന്നാകുന്നു. ഒറ്റ കണ്ടീഷനാണ് ദൈവം അതിനകത്ത് മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ലുക്ക് അറ്റ് ഹിം, ദൈവത്തെ അഥവാ പുത്രനായ ക്രിസ്തുവിനെ നോക്കുക എന്നുള്ളതാണ്. എബ്രായ ലേഖനത്തിൽ 3 ഇടങ്ങളിൽ യേശു ക്രിസ്തുവിനെ നോക്കാൻ അപ്പോസ്തലൻ ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും നമ്മുടെ മഹാപുരോഹിതനുമായ യേശുവിനെ നോക്കുക, ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുക. 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അങ്ങനെ ഒരുത്തൻ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവന് ഈ ഒരു കോൺട്രാക്റ്റിൽ വരാനായിട്ട് കഴിയും, ഈ കരാറിലേക്ക് വരാനായിട്ട് കഴിയും. അതോടുകൂടെ പാപത്തിന്റെ ഒരു മോചനം ഉണ്ടാകുകയാണ്, ദൈവത്തോടൊരു സഖ്യത ഉണ്ടാകുകയാണ്, ദൈവത്തോടൊരു സമാധാനം ഉണ്ടാകുകയാണ്. പാപത്തിൽ നിന്നുള്ള സമ്പൂർണ്ണ മോചനമാണ് ഈ കരാർ വഴി ദൈവവും മനുഷ്യനും ഉണ്ടാക്കുന്ന ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. 7-ാമത്തെ ഒരു ഉടമ്പടി കൂടിയുണ്ട്, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അത് നിത്യ നിയമം, എവർലാസ്റ്റിംഗ് കവനന്റ് എന്ന് എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും ഒടുവിലത്തേതുമായ ഒരു നിയമം. ഈ നിയമം കൊണ്ട് വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നത് വഴി, അവന്റെ രക്തത്താലുള്ള പാപവിമോചനത്തെ സ്വീകരിക്കുന്നത് വഴി മനുഷ്യന് ദൈവം ഓഫർ ചെയ്യുന്ന ഒരു നിത്യജീവിതമുണ്ട്, ഒരു നിത്യജീവനുണ്ട്. എന്നേക്കും അവൻ എന്നോടൊപ്പം ഇരിക്കും, എന്നേക്കും അവൻ എന്നോടൊപ്പം വാഴും എന്നുള്ള ആ നിത്യ നിയമമാണ് വാസ്തവത്തിൽ ദൈവ മനുഷ്യനുമായി ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ കരാർ എന്ന് പറയുന്നത്. ആ കരാർ വാസ്തവത്തിൽ ഒറ്റ കണ്ടീഷനിലാണ് യേശുവിനെ അംഗീകരിക്കുന്നതിലൂടെ മനുഷ്യന് ആ കരാറിലേക്ക് എത്തിച്ചേരാനും അതിൻ്റെ പ്രായോക്താവാകാൻ, അതിൻ്റെ ഗുണഭോക്താവാകാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളുമായി നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഒരു കരാർ എന്ന് പറയുന്നത് നിത്യ നിയമമാണ്, നിത്യ നിയമത്തിൻ്റെ ഒരു കരാറാണ്. അതുവഴി നമുക്ക് ലഭിക്കുന്നത് നിത്യജീവനാണ്. യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നതിലൂടെ ഒരു മനുഷ്യൻ നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട കരാറുകൾ, ഈ ഉടമ്പടികൾ നമ്മളോട് പറയുന്ന ഏതാനും ചില ആത്മീക കാര്യങ്ങളാണ് ഇന്ന് എൻ്റെ ഹോളി സ്പിരിറ്റ് നിങ്ങളോടുമായി പങ്കുവെക്കുന്നത്. ഏതെങ്കിലും ഒരു നിലവാരത്തിൽ ദൈവവുമായിട്ട് അകന്നാണ് നിൽക്കുന്നതെങ്കിൽ ഈ കരാറുകൾ, ഈ കോൺട്രാക്റ്റുകൾ, ഈ കവനന്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുവാനും ദൈവത്തിൽ നിന്ന് ചില ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും അതിനേക്കാൾ ഉപരി നിത്യരക്ഷ പ്രാപിക്കുവാനും നിത്യജീവൻ പ്രാപിക്കാനും ഈ ദൈവവചന ഭാഗങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഈ ദൈവവചനം കേട്ട എല്ലാവരെയും ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ആമേൻ.